ഇവരൊക്കെ ആശ്വസിപ്പിക്കാൻ തക്ക വിധത്തിലുള്ളൊരു ദുഃഖം യുധിഷ്ഠിരനുണ്ടായിരുന്നോ? ഉണ്ടല്ലോ, എന്താ ദുഃഖമില്ലാത്തത്? തൻ്റെ ഒരു കർമ്മം താൻ താൻ തന്നെ നശിപ്പിച്ചു, തൻ്റെ രാജ്യം കള്ളച്ചൂതില് പരാജയപ്പെട്ടത്. അത് വിധിയാണെന്ന് പറയാമല്ലോ. ഇപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങിയവൻ്റെ മേത്ത് വന്ന് വണ്ടി കയറി, റോഡിന് നടക്കുന്നവൻ്റെ മേത്ത് കയറിയിട്ടില്ല. അവൻ്റെ മേത്ത് കയറാനാണല്ലോ എളുപ്പം. ഒരു റോഡിന് നടക്ക് നിൽക്കുകയായിരുന്നു. റോഡിന് നടക്കുന്നവനവിടെ തന്നെ നിന്നു. അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് വണ്ടി തിരിഞ്ഞ് ചായക്കടയിൽ കിടന്നുറങ്ങിയവൻ്റെ മുഖത്തേക്ക് കയറി. പിറ്റേ ദിവസം പത്രത്തിൽ വലിയ വാർത്തകളായിരിക്കും ചായക്കടയിൽ കിടന്നുറങ്ങാനുണ്ടായ കാരണം, ചായക്കടക്കാരൻ്റെ ഭാര്യയുടെ കരയുന്ന പടം, മകളുടെ പടം, ഇങ്ങനെ പലതരത്തിൽ. പിന്നെ അടുത്ത് നിന്ന ഒരു നാട്ടുകാരൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒരു നാട്ടുകാരൻ്റെ വിലാപം. നാട്ടുകാരൻ ഉറങ്ങാതിരിക്കുകയായിരുന്നു അവിടെ ആ സമയത്ത് പാതിരാത്രിക്ക്. ഉടനെ നാട്ടുകാരൻ, അപ്പോൾ നാട്ടുകാരൻ പറഞ്ഞു, നല്ല ഇരമ്പമുണ്ടായിരുന്നു, വളരെ വേഗത്തിലാണ്, അമിതമായ സ്പീഡിലാണ് വണ്ടി ഓടി വന്നത്. ഒന്നും കണ്ടിട്ടുണ്ടായില്ല. ഇവനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവൻ്റെ ഒരു ഫോട്ടോ എടുത്തത് മാത്രമേ ഉണ്ടാവുള്ളൂ ഫോട്ടോഗ്രാഫർ. ബാക്കി മുഴുവനും ഇയാൾ മേശപ്പുറത്ത് വെച്ച് എഴുതുന്നതാണ് പത്രക്കാരൻ, റിപ്പോർട്ടർ. അതല്ല, പക്ഷേ ഇത്തരത്തിലൊരു ദുഃഖം യുധിഷ്ഠിരന് ഉണ്ടായിട്ടുണ്ടോ? കാരണം രാജ്യം പോയി എന്നുള്ള ഒരു വിഷമത്തോടെയാണോ ഇവരെല്ലാവരും പോകുന്നത്? ആണല്ലോ. എന്താ ക്ഷത്രിയന് കാട്ടിലൊന്ന് ആശ്രമം കെട്ടി പാർക്കലാണോ ജോലി? നല്ല പാട്ടുകാരനാണെന്ന് അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? വേദികൾ കിട്ടണം. അയാൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നല്ല പാട്ടുകാരനെന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങുന്ന ആരെങ്കിലും വഹിക്കുമോ? എന്ത് പാട്ടുകാരൻ? അയാൾ ഇതുവരെ പാടിക്കേട്ടിട്ടില്ല, ഇങ്ങനെ പറയാറുണ്ട് പാട്ടുകാരനാണെന്ന്. നല്ല നടനാണ്, അഭിനയിക്കാൻ അവസരം കിട്ടണ്ടേ? വേണ്ടേ? അല്ലെങ്കിൽ നല്ല നടനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം നല്ല രാജാവ്, നല്ല ക്ഷത്രിയൻ എങ്ങനെ ഇരിക്കണം? അയാൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കണം. അയാളുടെ കർമ്മം അതാണ്. അതിനാരും വിളിക്കുന്നില്ല. നല്ല പൂജാരിയാണ്, പൂജിക്കാൻ ആരും വിളിക്കുന്നില്ല. അങ്ങനെ വന്നാലും നല്ല അധ്യാപകനാണ്, ഇതുവരെ പഠിപ്പിച്ചു തന്നിട്ടില്ല, അത് അധ്യാപകനാണ്. അതുപോലെയാണ്. അപ്പോൾ അത് പോകുന്നത് എപ്പോഴും ദുഃഖ കാരണം തന്നെയായിരിക്കും. രാജ്യത്തോടുള്ള ആസക്തി കൊണ്ടല്ലത്, താൻ ചെയ്യേണ്ട കർമ്മമല്ല താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാട്ടിൽ വന്ന് ആശ്രമം കിട്ടി പാർക്കുന്ന മുനിമാരാണ്. അങ്ങനെയുള്ളൊരു മുനിവൃത്തി സ്വീകരിച്ചിട്ട് മുനിയെടുത്തുപോലെ ജടയും കെട്ടിവെച്ച്, ഇതൊക്കെ എത്ര ആക്ഷേപകരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം, ആത്മഹത്യാപരമാണ്. മറ്റേ വൽക്കലവും ധരിച്ച്, പാഞ്ചാലി വൽക്കലവുമൊക്കെ ധരിച്ചിട്ട് ഈ ഭൂർജതരിവിൻ്റെ പുറമേത്തെ തൊലി പൊളിച്ച് കളഞ്ഞാൽ അതിന് ഒരു പാട വന്ന് പുതിയും. ഈ പാട മുറിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന വസ്ത്രമാണ് ഈ വൽക്കലം എന്ന് പറയുന്നത്. അപ്പോൾ ആ വൽക്കലവും കൂടി തിരിക്കുക. കൊട്ടാരത്തിൽ സപ്രപഞ്ചക്കട്ടിലിൽ പട്ടുവസ്ത്രമെടുത്ത് ജീവിച്ചിരുന്ന സ്ത്രീ വന്നിട്ട് ഈ വൽക്കലവും ധരിച്ച് ജീവിക്കുക. ഇവരെല്ലാവരും വൽക്കലവും ധരിച്ച് അവിടെ വെറുതെ ഇരിക്കുക, എന്നിട്ട് വിറവ് കിട്ടാൻ പോവുക, കിഴങ്ങ് പറിച്ചെടുക്കുക, കിഴങ്ങ് മാന്തി പറിക്കുന്നതാണ് പെരിച്ചാഴിയാണ്. അപ്പോൾ രാജ്യം ഭരിച്ചിരുന്ന ആളുകളുടെ തൊഴിലുണ്ടായിട്ട് മാറി പെരിച്ചാഴിയുടെ തൊഴിലായിട്ട് മാറി. വള്ളികളുടെയൊക്കെ ചവിട്ടി പോയിട്ട് മാന്തി നോക്കി കിഴങ്ങുണ്ടോ നോക്കുക, കൊണ്ടുവന്ന് ചുട്ടു തിന്നാനാണ്. പഴങ്ങൾ പറിച്ചെടുക്കുക, അങ്ങനെ പഴക്കച്ചവടക്കാരൻ്റെ ജോലിയായി. അപ്പോൾ രാജാവിൻ്റെ പ്രജാപരിപാലനം നടത്തുക എന്ന് പറയുന്ന അവരുടെ പ്രശസ്തമായ ധർമ്മത്തിൽ നിന്ന് സാധാരണക്കാർ ചെയ്യുന്ന ധർമ്മത്തിലേക്ക് അവർ നിപതിച്ചു. ഇതെങ്ങനെ ദുഃഖം ഉണ്ടാക്കാതിരിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ യോഗികളായിരിക്കണം. യോഗികളല്ല, യോഗികൾ മാത്രം പോരല്ലോ, യോഗികളല്ല. അപ്പോൾ അത് ദുഃഖ കാരണം തന്നെയാണ്. ആ രാജ്യം തിരികെ കിട്ടുന്നത് അതും എങ്ങനെ സംഭവിച്ചിരിക്കുന്നു? കള്ളക്കളി കളിച്ച് വാങ്ങിച്ചെടുത്തിന്, യുദ്ധത്തിൽ പരാജയപ്പെട്ടതല്ല. അങ്ങനെയാണെങ്കിൽ അത് സ്വാഭാവികമായി സംഭവിച്ചതാണ്. തന്നേക്കാൾ വീരനായ ഒരാൾ സൈന്യങ്ങളുമായിട്ട് വന്ന്, വലിയ സൈനിക ശക്തിയുമായിട്ട് വന്ന് തന്നേക്കാൾ വീരനായ ഒരാൾ തന്നെ പരാജയപ്പെടുത്തി. ഇതങ്ങനെയല്ല. കളിക്കാനുള്ള കരുക്കളെ ഒരിക്കലും കയ്യിലേക്ക് കൊടുത്തിട്ടില്ല കളിക്കാനിരുന്നിട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കളി നടന്നിട്ടില്ലെന്നർത്ഥമാണ് അതിന്. ഇതാണ് കളിയേ. ഒരിക്കലെങ്കിലും ഈ കരു എടുത്ത് എറിയാൻ, ഉരുട്ടാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല ധർമ്മപുത്രർക്ക്. വസ്തുവകകൾ മുഴുവൻ തീരുന്നതുവരെ കളിച്ചുകൊണ്ടിരുന്നതാരാണ്? ശകുനി തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദൗർഭാഗ്യത്തിൻ്റെ അതിരേകം എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനുമില്ല. അതിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റബോധം ഉണ്ടാവുക? കാരണക്കാരനായ ധർമ്മപുത്രർക്കായിരിക്കും. അതുകൊണ്ട്
ഭീമൻ വെറുതെ ഒന്ന് നോക്കിയാലും ധർമ്മപുത്രൻ എന്താണ് വിചാരിക്കുക, ഈ ഒരു ദേഷ്യം കൊണ്ടാണ്. രാജ്യം കളഞ്ഞേച്ച് വന്നിരിക്കുന്നു എന്ന് വിചാരിച്ചായിരിക്കും അവനാ നോക്കിയത് എന്നുള്ള വിചാരമായിരിക്കും അദ്ദേഹം. പാഞ്ചാലി ചിലപ്പോൾ പ്രേമപൂർവ്വം നോക്കിയതായിരിക്കും. എന്നാലും അദ്ദേഹത്തിൻ്റെ വിചാരം അവളുടെ നോട്ടത്തിൽ എന്തായാലും ഒരു രൂക്ഷത ഉണ്ടായിരുന്നു. ഇത് അവൾ വൽക്കരം ഉടുക്കേണ്ടി വന്നത് ഞാൻ കാരണമാണ് എന്ന വിചാരത്തോടുകൂടി നോക്കുന്നതായിരിക്കും. പിന്നെ അർജുനൻ, പിന്നെ വേറെ 2 സഹോദരന്മാർ, നകുല സഹദേവന്മാർ. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം കത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ മഹർഷിമാർ വന്ന് തങ്ങളുടെ അന്നദാതാവിനെ സന്ദർശിച്ച് ദുഃഖമറിയിച്ച് അവരും ദുഃഖിച്ച് അദ്ദേഹവും ദുഃഖിച്ച് ദുഃഖത്തിൻ്റെ ഒരു ഓട്ടം എന്ന നിലയിൽ ഇവരിയ്ക്കുമ്പോഴാണ് ആ രംഗത്തേക്ക് ദുഃഖം എന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത മാർക്കണ്ഡേയ മഹർഷി ചെന്ന് കയറുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരിക്കുന്നത് കണ്ട് അദ്ദേഹം ചിരിച്ചു എന്നാണ് ആർക്ക് തോന്നിയത്? യുധിഷ്ഠിരന് തോന്നിയത്. യുധിഷ്ഠിരൻ അത് തീരെ ഇഷ്ടപ്പെട്ടുമില്ല. മഹർഷി ആയതുകൊണ്ട്, വേറെ ഒന്നും സാധാരണ മഹർഷിയില്ലല്ലോ, മഹർഷി ആയതുകൊണ്ട് മരണത്തെ ജയിച്ചവനാണ്. സാധാരണ ആളുകൾ ജയിക്കുന്നത് അതിനൊന്നുമല്ല, മൃത്യുവുമായിട്ട് നേരെ ഏറ്റുമുട്ടിയവനാണ്. മൃത്യുവുമായിട്ട് ഏറ്റുമുട്ടുന്നത് അപൂർവമാണ്. അപ്പോൾ മൃത്യുവുമായിട്ട് ഏറ്റുമുട്ടി മൃത്യുവിനെ പരാജയപ്പെടുത്തിയവനാണ്. മൃത്യുവിനെ പരാജയപ്പെടുത്തിയവൻ്റെ ഹൃദയഭാവത്തിലെ ആഹ്ലാദം എന്തായിരിക്കും? അപ്പോൾ സദാ ആഹ്ലാദിയാണ്, സദാ സന്തുഷ്ടനാണ്. ദുഃഖലേശമേശാത്ത സന്തുഷ്ടിയാണ്, പരമമായ സന്തുഷ്ടി. പരമമായ സന്തുഷ്ടിയുടെ നടക്കുന്ന വടിവാണ്. ചെന്ന് കയറി. മഹർഷിക്ക് ചിരി വന്നില്ല. മഹർഷിക്ക് ചിരി വന്നു അദ്ദേഹത്തിന് തോന്നിയതാണ്. ഇവിടെയാണ് കുട്ടികൃഷ്ണമാരാർ അദ്ദേഹത്തിൻ്റെ നിരൂപക പ്രതിഭയ്ക്ക്, വിമർശക ഭാവനയ്ക്ക് ഒരു കേളീരംഗം ഒരുക്കിയെടുത്തത്. അസാധാരണമാണ് ആ കേളീരംഗത്തിൻ്റെ സജ്ജീകരണം. നല്ല ഒരു സന്ദർഭം നോക്കിയെടുത്തു. വായനയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതാണ്. നല്ല ഒരു സന്ദർഭം നോക്കിയെടുത്ത് അതിൻ്റെ നാടകീയത വിശദീകരിച്ചുകൊണ്ട് ധർമ്മപുത്രർ അത്യന്തം ഭീരുവായ ഒരു വ്യക്തിയാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമം. ധർമ്മപുത്രർക്ക് ഭീരുത്വം ഉണ്ടായിരുന്നതുകൊണ്ടും ധൈര്യമില്ലാതിരുന്നതുകൊണ്ടുമാണ് ധർമ്മപുത്രർ രാജ്യമുപേക്ഷിച്ച് കാനനവാസത്തിന് പോകുന്നത്. അദ്ദേഹത്തിന് രാജ്യമുപേക്ഷിക്കാനോ നിബന്ധന പാലിക്കാനോ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് കണ്ടെത്തൽ മാരാരുടെ. അതിന് അദ്ദേഹം നിരത്തുന്ന കാരണങ്ങൾ നമ്മെ വിശ്വസിപ്പിക്കുന്നതാണ്. അതാണ് അതിൻ്റെ സവിശേഷത. വിശ്വസിപ്പിക്കുന്ന വിശ്വാസ്യമായ കാരണങ്ങളുടെ അനിഷേധ്യമായ യുക്തികൾ നിരത്തിക്കൊണ്ടാണ് ധർമ്മപുത്രരുടെ ഭീരുത്വത്തെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ചോദിച്ചു അദ്ദേഹത്തോട്. ആരോട്? മാർക്കണ്ഡേയനോട്. ഈ ഇവിടെ കൂടിയിരിക്കുന്ന മഹർഷിമാരെല്ലാവരും എനിക്കുണ്ടായ ഈ ഭൗതികമായ പരാജയത്തിൽ എന്നോട് സഹതപിച്ച് എന്നെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കെ, അവരെക്കാളും എന്നോട് അടുപ്പമുള്ള അസാധാരണമായ ദിവ്യത്വമുള്ള ത്രികാലജ്ഞാനിയായ അങ്ങ് എന്തുകൊണ്ടാണ് എൻ്റെ ഈ ദയനീയ അവസ്ഥ കണ്ട് ചിരിച്ചത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചിരിച്ചില്ലല്ലോ. സ്മയതി എന്നാണ് വാക്ക്. ഞാൻ ചിരിച്ചില്ലല്ലോ. ഇതാണ് മാരാർക്ക് ഉള്ളിൽ തട്ടിയ സന്ദർഭം. അങ്ങനെ തന്നെ നിഷേധിച്ചു. അല്ല, നിശബ്ദമായിരിക്കുകയല്ല ചെയ്തത്. ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. നിൻ്റെ അവസ്ഥ കണ്ട് ഞാൻ ചിരിച്ചില്ല. പക്ഷേ നിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഇതിന് സമാന്തരമായ മറ്റൊരു ചരിത്ര സന്ദർഭം, പുരാണ സന്ദർഭം ഓർക്കുകയായിരുന്നു. പുരാണ സന്ദർഭം എന്ന് പറഞ്ഞാൽ ചരിത്ര സന്ദർഭം എന്ന് തന്നെയാണ് അർത്ഥം.